വേനൽ മഴയ്ക്കൊപ്പം ആഞ്ഞടിച്ച കാറ്റിൽ കോതമംഗലം താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ കനത്ത നാശനഷ്ടം. കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മേൽക്കൂര തകർന്ന് ഓഫീസിൽ വെള്ളം വീണു. സെന്റ് ജോർജ് പള്ളിയുടെ മേൽക്കൂര ഭാഗികമായി തകർന്നിട്ടുണ്ട്. വേനൽ മഴയ്ക്കൊപ്പം ആഞ്ഞടിച്ച കാറ്റിൽ താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ കനത്ത നാശനഷ്ടമാണുണ്ടായത്. കോട്ടപ്പടി പഞ്ചായത്ത് ഓഫീസിന്റെ ഷീറ്റ് മേൽക്കൂര തകർന്ന് ഓഫീസിനുള്ളിൽ വെള്ളം വീണു. ഫയലുകൾ നശിച്ചു. കൽക്കുന്നേൽ സെന്റ് ജോർജ് പള്ളിയുടെ മേൽക്കൂര ഭാഗികമായി തകർന്നു. ആനക്കല്ല് മേച്ചേരിൽ അമ്മിണിയുടെ വീടിന്റെ മേൽക്കൂര തകർന്നു. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാർഷിക വിളകൾക്കും വൻതോതിൽ നാശനഷ്ടമുണ്ടായി. മരങ്ങളും മരച്ചില്ലകളും വീണ വൈദ്യുതി തൂണുകളും ലൈനും തകർന്നു. മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങി. നെല്ലിക്കുഴി കുപ്പശ്ശേരിമൂളം വാണിയംപുരയിൽ ഉമ്മറിന്റെ വീടിന് മുകളിൽ തെങ്ങ് മറിഞ്ഞു വീണ് മേൽക്കൂര തകർന്നു. വീടിന്റെ ഭിത്തിക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ സുവിശേഷ കൺവെൻഷനായി നിർമ്മിച്ച താൽക്കാലിക പന്തൽ കാറ്റിൽ ഭാഗികമായി തകർന്നു. മർദ്ദമറിയം വലിയ പള്ളിയിലും നാശനഷ്ടമുണ്ട്. മലയൻകീഴ് കോഴിപ്പള്ളി ബൈപ്പാസ് റോഡിൽ മരങ്ങൾ വീണ് ഗതാഗത തടസ്സവുമുണ്ടായി. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.